നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ സബ്സിഡി ലഭിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളുണ്ട്. അവർക്ക് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷനാണ് ലഭിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മുൻപ് 9 സിലിണ്ടറുകൾ ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് 4 സിലിണ്ടറുകൾ മാത്രമായിരിക്കും ഇനി അവർക്ക് ലഭിക്കുക. അതായത് 4 സബ്സിഡി സിലിണ്ടറുകളായിരിക്കും ലഭിക്കുക. അതിനുശേഷം സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ സബ്സിഡി ലഭിക്കുന്നതല്ല. നിലവിൽ ഗ്യാസ് കണക്ഷൻ, അതായത് ഗ്യാസ് പിന്നീട് നമുക്ക് ബുക്ക് ചെയ്യാൻ, റീഫില്ല് ചെയ്യാൻ സാധിക്കും. പക്ഷേ സബ്സിഡികൾ ലഭിക്കുന്നതല്ല. ഇപ്പോൾ ഗ്യാസ് റീഫില്ല് ചെയ്യാൻ കൊടുക്കേണ്ടത് 651 രൂപയോളമാണ്. ബാക്കി 300 രൂപ സബ്സിഡി ആയിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ മാസം 15-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഓർഡിനറി ബസ്സുകളിലായിരിക്കും ഇത്തരത്തിൽ സൗജന്യ യാത്ര ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തുന്നവർ ഓർഡിനറി ബസ് തന്നെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്ത ശേഷം വേണം വാഹനത്തിൽ പ്രവേശിക്കാൻ. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ ഇത്തരം സേവനങ്ങൾ ലഭിക്കുന്നതല്ല. നിരക്കുകൾ ഈടാക്കുകയും ചെയ്യുന്നതായിരിക്കും. സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗക്കാർക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇത് മാത്രമല്ല, വരുമാന പരിധിയോ പ്രായപരിധിയോ ഒന്നും ഇതിൽ ബാധകമാക്കിയിട്ടില്ല. എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ കർഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ. പ്രത്യേകിച്ച് ഈ ആനുകൂല്യങ്ങളെല്ലാം ഇനി മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ, അങ്ങനെ കർഷക രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു കർഷക ID ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്കിതിലേക്ക് അപേക്ഷകൾ വയ്ക്കാം. അപേക്ഷകൾ വയ്ക്കുമ്പോൾ കർഷകൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഉണ്ടാവണം. OTP അധിഷ്ഠിത വെരിഫിക്കേഷന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക്, സ്ഥലത്തിൻ്റെ കരമടച്ച രസീത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കർഷകൻ്റെ കൈവശം ഉണ്ടായിരിക്കണം. കർഷകൻ്റെ വ്യക്തിഗത വിവരങ്ങൾ പ്രത്യേകമായിട്ട് കൊടുത്തു വേണം ഈ കാര്യങ്ങൾ പൂരിപ്പിക്കുന്നതിന്. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വെരിഫിക്കേഷൻ ഉണ്ടാകും. ആ വെരിഫിക്കേഷൻ പൂർത്തിയായ ശേഷമായിരിക്കും അപ്രൂവൽ ലഭിക്കുക. അപ്രൂവൽ ലഭിച്ചാൽ ഒരു ID നമുക്ക് ക്രിയേറ്റ് ആവുന്നതാണ്. ആ ID പിന്നീട് നമുക്ക് പല ആനുകൂല്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോ വഴിയും അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയും ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യ നിരക്കിലാണ് റേഷൻ കടകൾ വഴി ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇതുകൂടാതെ തന്നെ ആട്ട ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അത് 9 രൂപ വരെയാണ് മുൻഗണനാ വിഭാഗങ്ങൾക്ക് ഈടാക്കുന്നത്. എന്നാൽ മുൻഗണനേതര വിഭാഗങ്ങൾക്കും ആട്ട ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഓരോ പാക്കറ്റിനും 17 രൂപ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. സബ്സിഡി നിരക്കിലുള്ള അരിയും ലഭ്യമാണ്. ഇനി മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന്, അതായത് വെളിച്ചെണ്ണ, പഞ്ചസാര പോലുള്ളവ, അങ്ങനെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ഏകദേശം 13-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം സപ്ലൈകോ വഴി വാങ്ങാൻ സാധിക്കുന്നതാണ്. സ്റ്റോക്കുണ്ട് ആനുകൂല്യങ്ങൾ സപ്ലൈകോയിലും മാവേലി സ്റ്റോറുകളുമൊക്കെ എത്തിച്ചേർന്ന് വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.